ദുബായിന്ന് വന്നല്ല, പറഞ്ഞു വിട്ടതാ. പറഞ്ഞു വിടേ? അല്ല, പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തെ അവധി എന്ന് അറബി പറഞ്ഞ് നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുവരാൻ പറഞ്ഞു വിട്ടതാ. ആണോ? എന്തായാലും നീ ഫുൾ സെറ്റപ്പിലടാ. കോട്ട്, സൂട്ട്, കൂളിംഗ് ഗ്ലാസ് എന്തൊക്കെയാണ്, അടിപൊളി ഉണ്ടല്ലേ? പൂത്ത പണമല്ലടാ. പൂത്ത മണോ? പൂത്ത മണമല്ല, പൂത്ത പണം. നീ കേട്ടിട്ടില്ലേ? ദിനാറ്, ദിനേര്, ഡോളർ, റോളർ, ഇതൊക്കെ. റോളറോ? ഡോളർ മീൻസ് ഈ അമേരിക്കൻ ഡോളർ ഇല്ലേ, അത് ഞാൻ അങ്ങനെ കയ്യിലിട്ട് റോൾ ചെയ്യലടാ. കയ്യിലെ വാച്ച് കണ്ടു. അമേരിക്കൻ ഡോളർ 25,000 രൂപയാണ് ഇതിന് വില. ആണോ? എന്റെ മുതലാളിയുടെ ഭാര്യ എനിക്ക് പ്രസന്റ് തന്നു. ആണോ? അപ്പൊ നിന്റെ ഈ ചെടുത്ത് കിടക്കുന്ന കറുത്തപ്പാടോ? അത് മുതലാളി തന്നതാ. നീ കോട്ടും സൂട്ടും കണ്ടു? ലോകത്ത് 2 പേർക്കേ ഇതുള്ളൂ. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബുഷനും, പിന്നൊന്ന് എനിക്കും. ആണോ? പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? ദാരിദ്ര്യ രേഖ കവർ ചെയ്യോ? കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ. വരുന്നവര് വന്ന് ജോലി ചെയ്തിട്ട് കാശ് എന്നിട്ട് പോകും. വരുന്നവര് ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് തരും? അതെ. അത് ജോലിയാ? ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ ഒരു മൂത്രപ്പര നടത്താം. വരുന്നവര് വന്ന് ജോലി ചെയ്യും, എന്നിട്ട് അവര് കാശ് എന്നിട്ട് പോകും. ഇത്തിരി നാറ്റ കേസാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ നിന്നോട് സോറി പറയാൻ കൂടിയാണ് വന്നത്. ഞാൻ ആ സമയത്ത് ഗൾഫിലായിപ്പോ എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല. എന്തായാലും എന്റെ ഒരു കൺഗ്രാജുലേഷൻ പറയുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞു അല്ലേ? കല്യാണം കഴിച്ചോ ചോദിച്ചാൽ കരയുന്നുണ്ട് നീ. എടാ, ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞത്? നിനക്കെന്താ സ്ത്രീധനം കിട്ടിയില്ലേ? അവളെന്താ തറവാടിയല്ലേ? അവൾക്കെന്താ സൗന്ദര്യമില്ലേ? പിന്നെ എന്താ എന്നോട് പറ. നീ എന്റെ ഒറ്റ സുഹൃത്തായതുകൊണ്ട് നിന്നോട് ആ സത്യം പറയടാ. എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാ, മെന്റലി പ്രോബ്ലം. പട്ടാണല്ലേ? അവളുടെ മറ്റെന്ന് പറഞ്ഞ സാധാരണ വെട്ടല്ല. അവളെങ്ങാനും വൈകുന്നേരം കൂട്ടെങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് വയലന്റ് ആവും. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് വയലന്റ് ആവും. പിന്നെ ആ സാധനം കിട്ടിയതിന് ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ. പിന്നെ ഒരു സമാധാനം ഉണ്ടാ. ഞാൻ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവള് തിരിച്ചു തരും. പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. മോളെ, അത് കൊരങ്ങനല്ല, എന്റെ ഓരോരോ കൂട്ടുകാരനാ. ഇന്ന് ഗൾഫിൽ നിന്ന് വന്നുള്ളൂ. ചേട്ടാ, ഈ കൊരങ്ങന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് കാണാൻ എന്ത് ഭംഗിയാ. ഇതെനിക്ക് വാങ്ങിച്ചു തരുമോ ചേട്ടാ? അയ്യോ എന്റെ പൊന്നു മോളെ, അത് അവൻ ചോദിച്ചേ തരില്ലേ ഗോപാല? വേണ്ട മക്കളെ, ഞാൻ അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടെന്ന് തോന്നാ. എനിക്ക് വാങ്ങിച്ചു താ ചേട്ടാ. അത് കിട്ടില്ല മോളെ. തരില്ലേ? അച്ഛാ, ഞാനിപ്പോ തരില്ലേ? തരില്ലേ? നീ അങ്ങനെ നോക്കല്ലേ. ഗോപാല, നീ എന്റെ ഒരു കൂട്ടുകാരനല്ലടാ. എന്റെ തലയ്ക്ക് അസുഖമുള്ള ഒരു ഭാര്യയല്ലടാ അവള്. ആ വാശ ഒന്നും ഒരു നാള ഒരു സമയം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചരുണ്ടാ. ചേട്ടാ, ഈ കൊരങ്ങന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി കാണാൻ എന്ത് ഭംഗിയാ. ഇതെനിക്ക് വാങ്ങിച്ചു താ ചേട്ടാ. എന്റെ പൊന്നു മോളെ, അത് ചോദിച്ചവൻ തരില്ല. എനിക്ക് വാങ്ങിച്ചു താ ചേട്ടാ. ഗോപാല, ഇതെടുത്ത് എനിക്ക് കണ്ണ് കാണൂല മക്കളെ. അവന് കണ്ണ് കാണില്ല മോളെ. തരില്ലേ? ദൈവമേ, തരില്ലേ? നീ എന്തൊന്നും ചെയ്യില്ലേ? തരില്ലേ?